ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോ പരമാവധി വ്യക്തികളിലേക്ക് എത്താൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻറ്റ്. പറ്റുമെങ്കിൽ ഹൈപ്പ് കൂടി ചെയ്യുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ഇന്നും എനിക്ക് ഏകദേശം 100-200-ലധികം DM-കളാണ് വന്നത്. എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ ഒരുപാട് ഡൗട്ടുകൾ. ആ ഡൗട്ടുകളെല്ലാം ഇന്ന് ഞാൻ ഇരുന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാക്കി അതിന് ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലേക്ക് കൂടി ഈ വീഡിയോ എത്താൻ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഫ്രീ കണ്ടന്റ് ആണ്, കീം അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങളാണ്. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോകാം വളരെ ചുരുങ്ങിയ സമയത്തിൽ. ഒന്നാമത്തേത്, 2 തരത്തിലുള്ള വ്യക്തികളുണ്ടാവും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം. എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ വെച്ച 1-മത്തെയോ 2-മത്തെയോ 3-മത്തെയോ അതല്ലെങ്കിൽ 10-മത്തെയോ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റോ അല്ലെങ്കിൽ മുസ്ലിമോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു സീറ്റ് ടൈപ്പും കിട്ടിയിട്ടുണ്ടാകും. അവിടെ നിന്ന് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതല്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിന്റ് ഔട്ട് എടുക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് മറ്റൊരു ഓപ്ഷനിൽ നിങ്ങൾ എന്താണ്, ഫീ പേയ്മെന്റ്, സിക്ക് അടയ്ക്കാനുള്ള ഫീ പേയ്മെന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ്. അതിന്റെ താഴെ തന്നെ എത്രയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്ന് കൃത്യമായിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ SC/ST കാറ്റഗറി ആണെങ്കിൽ സാധാരണ 8,000 അടുപ്പിച്ച് വരുന്നില്ല, കുറവായിരിക്കും. ഫീ വേവിയർ സ്കീമിലുള്ളവർക്കാണെങ്കിൽ അതും കുറവായിരിക്കും. നിങ്ങൾ ഇനി അങ്ങനെ അടയ്ക്കുന്ന പൈസ എന്താണ്, തിരിച്ച് റീഫണ്ട് കിട്ടുകയും ചെയ്യും. ഫീ വേവിയറൊക്കെ ആണെങ്കിൽ വേറെ ചില കാറ്റഗറികൾക്ക് ആ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റിലേക്കും വകയിരുത്തിയാണ് ആ ഫീ പേയ്മെന്റ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഫീ പേയ്മെന്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും റെസിപ്റ്റ്, ഫീ പേയ്മെന്റ് റെസിപ്റ്റ് അക്ഷയ വഴിയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് കയ്യിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത്. രണ്ടാമത്തെ, ഫീ റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത്. ഇനി അടുത്തൊരു സംശയമാണ്, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഉള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്, അലോട്ട്മെന്റ് ഓൾറെഡി കിട്ടിയവരുടെ കേസാണ്. മറ്റത് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അലോട്ട്മെന്റ് കിട്ടിയവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അലോട്ട്മെന്റ് വന്നു, നിങ്ങൾക്ക് കിട്ടിയത് 4-മത്തെ ഓപ്ഷനാണ്. എനിക്കത് മതി എങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പേയ്മെന്റ് ചെയ്തിട്ട് ഇനി 12-ാം തീയതിക്ക് ശേഷമായിരിക്കും സാധാരണ നമുക്ക് എന്ത് എഡിറ്റ് ഓപ്ഷൻ വരുന്നത്. എഡിറ്റ് ഓപ്ഷൻ ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ 4-മത്തെ ഓപ്ഷൻ കിട്ടി. 4-മത്തെ ഓപ്ഷൻ കിട്ടിയെങ്കിൽ മുകളിലോട്ടുള്ള ഓപ്ഷൻസ് 3 രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ആ 3 ക്യാൻസൽ ചെയ്യാം, 3 ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതല്ല എങ്കിൽ ആ 3-ന്റെയും ഓർഡർ മാറ്റാം. അതല്ല എങ്കിൽ 3-ന്റെയും ഓർഡർ മാറ്റാം. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ 3-ന്റെയും ഓർഡർ മാറ്റാം. പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഫ്രഷ് രജിസ്ട്രേഷൻ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ സാധാരണയായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ 4-മത്തെയാണ് കിട്ടിയെങ്കിൽ താഴോട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുകയും മുകളിലോട്ടുള്ള ഓപ്ഷൻസ് അതായത് 1, 2, 3 നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും റീ എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ സമയമുണ്ട്. സാധാരണ ഒരു ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ താഴോട്ട് വെച്ചതിനെയും മുകളിലോട്ട് കയറ്റാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും. സാധാരണ അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ ശേഷമാണ് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് വിളിക്കാറുള്ളത്. ഇത് അലോട്ട്മെന്റ് കിട്ടിയവരുടെ കേസാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക 12-ാം തീയതിക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ഫീ പേയ്മെന്റിന്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ട് എഡിറ്റ് ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ അതുപോലെ തന്നെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മീൻസ് എനിക്ക് 4-മത്തെ കിട്ടി, എനിക്കത് വേണ്ട, 3-മത്തെ വേണം. ഇപ്പോൾ ഫീ പേയ്മെന്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുക, അതിനനുസരിച്ച് സേവ് ചെയ്യുക. ഇത് വേണ്ട, ഇത് മതി എങ്കിൽ മുകളിലെടുത്തെല്ലാം ക്യാൻസൽ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി അലോട്ട്മെന്റ് കിട്ടാത്തവരുടെ കാര്യത്തിലേക്ക് വരാം. മക്കളെ, നിങ്ങൾ ഇനി ഇപ്പോൾ പേയ്മെന്റ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സൈറ്റിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എവരുടെയും എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എഡിറ്റ് ഓപ്ഷൻ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുള്ളതിൽ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് റീ എഡിറ്റ് ചെയ്യാം, ചിലതൊക്കെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ചിലതിൻ്റെയൊക്കെ ഓർഡർ മാറ്റാം. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയാതെ പറയുന്നു, അടുത്ത അലോട്ട്മെന്റിൽ എന്നെയും പരിഗണിക്കണം. അലോട്ട്മെന്റ് മെമ്മോ കിട്ടിയവരാണ് എങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്തിട്ട് പറയുകയാണ്, അടുത്ത അലോട്ട്മെന്റിൽ എന്നെയും എന്തായാലും പരിഗണിക്കണം. ഫീ പേയ്മെന്റ് ചെയ്യാതെ അവർക്ക് പറ്റില്ല. അലോട്ട്മെന്റിൽ കിട്ടാത്തവർ അങ്ങനെയല്ല,
ഡയറക്റ്റ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഇത്രയായിരുന്നു കുറേ പേര് ഡൗട്ട് ചോദിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ദെൻ കാറ്റഗറി വൈസ് ഡോക്യുമെന്റ്സ് ഇതൊക്കെ വേണം, ബാക്കി കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരും, പേടിക്കേണ്ട. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് വെച്ചോ, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ. All the best.